ഇത് ഇരുട്ടിൽ എങ്ങനെ എടുത്തിരിക്കും? അല്ല എന്റെ ട്രെയിനിങ് അല്ലേ, നല്ല പയ്യനാണ്, കുറച്ച് കുസൃതി കൂടുതലാ. സാറേ പ്രിന്റിംഗ് ലേറ്റ് ആവുന്നു, ഏജന്റുമാരെ ദേഷ്യപ്പെടുക. നാളെ നാട് മുഴുവനും വരയ്ക്കും. 1,00,000 കോപ്പി എക്സ്ട്രാ ഓർഡർ കിട്ടുകയും ചെയ്യും. പോ, വേഗം പോ. ഈ മാറ്ററില് 13 വയസ്സുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടാ ലീഗൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. റേപ്പ് ആണോ? അങ്ങനെയൊന്നുമില്ല, റേപ്പ് ഒന്നുമല്ല, മൈനർ മാരേജാ. എന്താ സാറേ ഇത്? ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ധൈര്യമായിട്ട് ഫോട്ടോ ഇടാൻ സാറേ. 13 വയസ്സ് പെണ്ണിന് താലികെട്ട്. പെണ്ണെന്ന് പോലും ടൈപ്പ് ഇപ്പൊ ചെയ്യാൻ തന്നെ വേണോ? എന്തിനാ നോക്കി നിൽക്കുന്നത്? കം ആൻഡ് ക്ലീൻ ദ കോപ്പി. കം ഓൺ. ആ പിന്നെ മണി, പബ്ലിഷറോട് സംസാരിച്ചില്ലേ? ആ ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാം നിറഞ്ഞിരിക്കണം. ഹരിചന്ദ്രന് പണി കിട്ടി. സാറേ അടിച്ചു പൊളിച്ച് രാവിലത്തെ പേപ്പറിൽ തന്നെ കിട്ടിയല്ലോ. Thank you, friends. Sir. Congrats, Ashwin. Definitely made rights you are. Thanks a lot, madam. Hey, Krish. Thank you, അശ്വിൻ. നീ രക്ഷിച്ചത് എന്നെ മാത്രമല്ല അശ്വിൻ, ജനാഞ്ജലിയുടെ പേരിന്, പ്രസിന്റെ അന്തസ്സിനെ. Krish, I just did my job. Thank you. It's a big day for me. Thank you, sir. Thanks. Thanks a lot. Thanks. ഹായ്, അടിച്ചു പൊളിച്ചില്ലേ? ഏയ്, എന്തു പറ്റി? രേണു, നീ റീജോയിൻ ചെയ്തില്ലേ? പിന്നെന്താ? അശ്വിൻ, കം ഓൺ രേണു, എന്താ? എനിക്ക് എന്റെ സ്വപ്നം, എന്റെ വിശ്വാസം എല്ലാം മണ്ണോട് മണ്ണടിഞ്ഞെന്നാ വിചാരിച്ച. ഇതിന് പകരമായി ഞാൻ എന്ത് പ്രത്യുപകാരം തരുക അശ്വിൻ? തരാൻ പറ്റും. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ താ, എല്ലാവർക്കും പാർട്ടി വെക്കാലോ. നമ്മുടെ കൂട്ടുകാരെ അടിക്കുന്നതാ. വണ്ടി നിർത്തോ സാർ, എന്റെ കൂട്ടുകാരെ അടിക്കണം സാർ. പ്ലീസ് സാർ, രക്ഷിക്കണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. ഭരണപക്ഷമാ, വണ്ടി എടുക്കുക. സാർ 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 പ്ലീസ് സാർ. ആരാ നിങ്ങള്? എന്താ സ്റ്റോപ്പ് ഇറ്റ്. ആരാണ് നിങ്ങൾ? ആരായാലും വെളിപ്പോ. ഓഫീസിനുള്ളിൽ തെണ്ടിത്തരം കാണിക്കുന്നോ? അയ്യോടാ, എന്റെ
എങ്ങനെയാണ് ഈ റൗഡികളൊക്കെ ഉള്ളിൽ വന്നത്? ഇവിടെ വന്ന് നോക്ക്, എല്ലാം തല്ലി പൊട്ടിച്ചോണ്ടിരിക്കുക. പോലീസ് കമ്മീഷണർ ഭരണകക്ഷിയുടെ ആൾക്കാരാ സാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. മിസ് രേണുക, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഓരോ വീട്ടിൽ നിന്ന് വോട്ട് ചോദിക്കുമ്പോഴും പാർട്ടിക്കാർ 1000 രൂപയുടെ നോട്ട് എടുത്തു കൊടുക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചതിന് ഇങ്ങനെ വരട്ടി അടിച്ചത്. എത്ര വാൻ, എത്ര കാർ, എത്ര പോസ്റ്റർ. ഇലക്ഷൻ കമ്മീഷണർ അനുവദിച്ചതിനേക്കാളും വാരി ചെലവഴിച്ചോണ്ടിരിക്കുക. ഏയ് മോളെ, വിട്ടുകൊടുക്കാൻ പാടില്ല. ബസ്സിൽ പോകുമ്പോ ചില ആൾക്കാർ നമ്മളെ തട്ടില്ലേ, അതുപോലെ വിചാരിച്ചങ്ങ് മറന്നാ മതി. പാവങ്ങളെയാണ് ഇതിനൊക്കെ പോയിട്ട് ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ വേണം മോളെ. ആ പിന്നെ നീ ഒരുത്തരെ കടിച്ചില്ലേ, അതിനുശേഷം പട്ടി പോലെ തോറ്റു പോകുന്നതിന്റെ മുമ്പിൽ അവന്റെ പൊക്കലിന് ഇനി 14 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. കടിക്കല്ലേ, വിട വിട വിട. പണത്തിന് പ്രസക്തിയുള്ളവരാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, ദാരിദ്ര്യരേഖ എന്നൊക്കെ ഇവര് പറയുന്നില്ലേ. ഇവര് തന്നെ ജനങ്ങളെ കണ്ടില്ലേ? നിങ്ങൾക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. വിഷയം മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാലേ ബോധിക്കില്ല. എന്ത് കേൾക്കണോ അത് കേൾക്കില്ല. എല്ലാവർക്കും കള്ളക്കാമുകനെ വെട്ടിക്കൊന്നു കേൾക്കണം. സിനിമയിലുള്ള കിംബദന്തികളും കേൾക്കണം. ഗ്യാസ് തുറന്നു വിടുന്ന അമ്മായിമ്മമാരെ പീഡിപ്പിക്കുന്ന സന്യാസികള്. എക്സ്ക്യൂസ് മീ, നോ. പത്രക്കാരെ കാരണം നിയമം മാറിയിട്ടുണ്ട്, ഭരണം മാറിയിട്ടുണ്ട്, മന്ത്രിമാരെ രാജിവെക്കപ്പെട്ടിട്ടുണ്ട്. നോ ഒഫൻസ്. അതൊക്കെ ഒരു ഹ്യൂമർ മാത്രം. ഇതെന്താ തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നേ? തെറ്റുകളൊക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതും, ഞങ്ങളിത് നേരിട്ട് പോയി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് വ്യത്യാസം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടുപിട്ടണം. അന്ന് ഞാൻ ഇതുപോലെ ഒന്നും അടിവാങ്ങാതെ വരാവേ. അശ്വിൻ, താങ്ക്സ് ഫോർ എവറിത്തിങ്. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ചീസ് മാൻ. It's a good story. ജാർഖണ്ഡ് ട്രെയിൻ ആക്സിഡന്റ് ഫ്രണ്ട് പേജ് കൊടുക്കാലോ കൃഷ്. കൃഷ്, അത് വെറും ഒരു ന്യൂസ്. ഇതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയാണ്. അന്യായത്തെ എതിർത്ത് ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോരാടുമെന്നതിന് ഉദാഹരണമാണിത്. റീഡേഴ്സിന് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആർ യു പിച്ചിങ്? ഞങ്ങളോട് തന്നെ സജഷൻ പറയാണോ? ഫോട്ടോഗ്രാഫർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് തെറ്റാ? ഹീസ് റൈറ്റ്. വസന്തിന്റെ ന്യൂസ് ഫ്രണ്ട് പേജിൽ തന്നെ വരണം. എന്താണ് ഇവിടെ എല്ലാരും കൂടി നിൽക്കുന്നത്? കാണാൻ വേണ്ടി വന്നാ. എന്തിനാ? അനിതാ അറിയിക്കാൻ വന്നാണോ? അതല്ലല്ലേ, നമ്മൾ അടി മേടിച്ചത് പോരാഞ്ഞിട്ട് അവരും അടി മേടിക്കാൻ വന്നിരിക്കുക. ഇലക്ഷന് നിന്റെ കൂടെ നിക്കണമെന്ന്. ഞങ്ങളുടെ ഈ സംഘടനയെ മാനിച്ചു വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ബീഹാറിൽ IAS ഓഫീസറായിരുന്നു. കോഴ വാങ്ങുന്നത് എന്തിനെന്ന് ചോദിച്ചു, ഓടിച്ചു വിട്ടു. രാഷ്ട്രീയത്തിൽ വന്ന നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ വന്ന സ്ഥലം ശരിയല്ല. ഞാൻ ഒരു എക്സ് മിലിറ്ററി, ഞാൻ ഒരു കോളേജ് സ്റ്റുഡന്റാ. പുതിയതായി രൂപപ്പെട്ട യുവതലമുറയുടെ പാർട്ടി നേതാവായ വസന്തൻ 170 മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നുവെന്നതാണ് പുതിയ റിപ്പോർട്ട്.